ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2007 ഓൾട്ടാണ് കേട്ടോ. ആ ഒരു ഓൾട്ടോ ഒരു 5 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ആ ഒരു കംപ്ലൈൻ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇത് എന്താ കംപ്ലൈൻ്റ് എന്ന് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. നമ്മൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം 5 കിലോമീറ്റർ ഓട്ടിച്ച ശേഷം വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവണില്ല കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ വണ്ടി 5 കിലോമീറ്റർ ഓടണമെന്നൊന്നുമില്ല. അതായത് ഫാൻ കറങ്ങി കഴിഞ്ഞ ശേഷം വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണ സമയത്താണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഇഞ്ചിന് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ഇതാണ് കേട്ടോ കംപ്ലൈൻറ്റ്. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് ഒന്ന് ചോദിച്ചു, എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം കൊണ്ട് വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിങ്ങൾ കയറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു, ഞാൻ വേറൊരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ കൊടുത്തപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് പ്രകാരം അവർ ഇഞ്ചിനടക്കം അഴിച്ചു ഓവറോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു കംപ്ലൈൻറ്റ് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇഞ്ചിൻ്റെ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇലക്ട്രിക് ഭാഗങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. പിന്നെ തല കറങ്ങുന്നതിൻ്റെ കാര്യം ഞാൻ കുറച്ച് ഓഫാണല്ലോ. ഇപ്പോൾ വണ്ടി ഓഫാണ്. വണ്ടി നമ്മൾ ഓഫ് ചെയ്ത് തനി ഓഫാവില്ലേ? ഇത് കണ്ടോ, ഇതാണ് കേട്ടോ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളിത് സ്കാൻ ചെയ്ത് നോക്കി. സ്കാൻ ചെയ്തപ്പോൾ ഇതിൽ കോഡുകളൊന്നും കാണാനില്ല കേട്ടോ. കോഡുകളൊന്നും നിലവിൽ വന്നിട്ടില്ല. ഇനി ഫസ്റ്റ് ഇതിനെ നമ്മൾക്കൊന്ന് ഇഗ്നിഷൻ കോയിലൊന്ന് മാറ്റി വെച്ച് നോക്കാം. ഇതിൻ്റെ സെൻസറോ ഇതിൻ്റെ കോഡ് വേറോ വല്ല ഷോർട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി, എന്നിട്ടും കംപ്ലൈൻറ്റ് റെഡി ആയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ നമ്മൾ അഴിച്ചു മാറ്റി, അതും എന്നിട്ടും ആ ഒരു കംപ്ലൈൻറ്റ് റെഡി ആയില്ല. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഫ്യൂസ്, അതിൻ്റേതായ റിലേ വല്ലതും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഷോർട്ടായാലും അത് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും മാറ്റിയിട്ടും അത് റെഡി ആയില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഫാന് വല്ലതും ഷോർട്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫാനും കൂടെ ഒന്ന് മാറ്റിയിട്ടും അത് റെഡി ആയില്ല കേട്ടോ. ഇതിൻ്റെ പെർജ് ബൾബും നമ്മൾ മാറ്റി വെച്ച് നോക്കി കേട്ടോ, എന്നിട്ടും റെഡി ആയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും കൂടെ നമ്മൾക്കൊന്ന് മാറ്റാം. അതിൻ്റെ സെൻസറോ അതിലേക്ക് പോകുന്ന കണക്ഷൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും അങ്ങനെ വരാം. അപ്പോൾ നമ്മളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടും റെഡി ആയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ പൊടി ഫുള്ള് സെറ്റ് നമ്മൾ മാറ്റിയ ശേഷവും ബൈക്കിൾ റെഡി ആവണില്ല. വീണ്ടും പഴയ അതേ ലെവലിൽ തന്നെയാണ് നിൽക്കണത് കേട്ടോ. പിന്നെ അതിൻ്റെ സൈലൻസർ നമ്മൾ മാറ്റി വെച്ച് നോക്കി, എന്നിട്ടും സ്റ്റാർട്ടാവുന്നില്ല. അതിൻ്റെ ഓൾട്ടർനേറ്റർ, കംപ്രസർ എല്ലാം അഴിച്ചു മാറ്റി, എന്നിട്ടും സ്റ്റാർട്ടാക്കുമ്പോൾ ആ ലെവലിൽ സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. വയറിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെ കപ്പിടറിൽ 3 കോഡ് വയർ വരുന്നുണ്ട്. അതിൽ 2 കോഡ് വയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാം കേട്ടോ. ഇത് സാധാരണ ലൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ലൂപ്പൊന്നും ചെയ്തിട്ടില്ല, ഷോർട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ 2 വയർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കണതാണ്. അപ്പോൾ മുന്നേ എവിടെയോ ചെയ്തിരിക്കുന്ന ഒരു ഫാൾട്ടാണത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷമാണ് കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങിയത്. എന്തായാലും നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വെഹിക്കിളൊന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ വെഹിക്കിൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു 5 കിലോമീറ്റർ ഓടിച്ച് വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിട്ടോ. കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്.